ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ. ഓട്ടോ ഇമ്മ്യൂൺ എന്നാൽ നമ്മുടെ ശരീരം പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളെ ഒരു പാത്തോജൻ അഥവാ ഒരു ഫോറിൻ ബോഡിയായി കണ്ട് അതിനെ തന്നെ സ്വയം നശിപ്പിക്കുന്ന ഒരവസ്ഥ. അത്തരത്തിൽപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് സോറിയാസിസ്. ഇതും ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ബേസിക്കലി നമുക്ക് സോറിയാസിസിനെ വേണമെങ്കിൽ രണ്ട് ടൈപ്പായിട്ട് പറയാം. ടൈപ്പ് 1 എന്നുള്ളത് ഒരു ഫാമിലി അല്ലെങ്കിൽ ജനറ്റിക് പ്രിഡിസ്പോസിഷനോട് കൂടിയതും കൂടുതലും 40 വയസ്സിന് മുൻപ് വരുന്നതുമായിട്ടുള്ളൊരു ടൈപ്പാണ്. ടൈപ്പ് 2 എന്നാൽ പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും ഉണ്ടാകില്ല, പൊതുവെ കാണപ്പെടുന്നത് 40 വയസ്സിന് ശേഷമാണ്. ഇവിടെ സോറിയാസിസിൽ ബേസിക് മെക്കാനിസം എന്നുള്ളത് സാധാരണയായി നമ്മുടെ ചർമ്മകോശങ്ങൾ ഏകദേശം 28 ഡേയ്സിൽ ഒരു തവണ മെച്ചുവറായി കൊഴിഞ്ഞു പോകുന്ന ഒരു നമ്മളറിയാത്തൊരു പ്രോസസ്സാണ്, ഒരു അവസ്ഥയുണ്ട്. എന്നാൽ സോറിയാസിസിൽ ഈ ഒരു ടൈം ഫേസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കുകയാണ്. അതായത് ഒരു ലെയർ മെച്ചുവർ ആവുന്നതിന് മുൻപ് തന്നെ അടിയിൽ നിന്ന് അടുത്ത ലെയർ മേ ബി ഒരു 6 ഡേയ്സിലോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ, അപ്പോൾ ഒരു മാസം ആവുമ്പോഴേക്കും ഏകദേശം 4-5 ലെയർ ഓഫ് ഇമ്മെച്ചുവർ സ്കിൻ സെൽസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സോറിയാസിസിൽ ഉള്ള വ്യക്തികൾക്ക് അവർക്ക് നോക്കിയാൽ മനസ്സിലാവും സ്കിന്നിന് എപ്പോഴും കുറച്ചൊരു എലിവേറ്റഡ്, കുറച്ചൊരു ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് പല ഏരിയകളിലും ആ പാച്ചസ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ബേസിക് മെക്കാനിസം. ഇനി ഇതിൽ തന്നെ കുറച്ച് സബ് വെറൈറ്റീസ് പറയാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി എന്നുള്ളത് പ്ലാക്ക് സോറിയാസിസ്. ഒരു 80% പേരിൽ ഒരു പ്ലാക്ക് സോറിയാസിസ് ആണ് കാണാറുള്ളത്. അത് വലിയ വലിയ റൗണ്ടായിട്ടുള്ള പാച്ചസ് പോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതിൽ സോറിയാസിസിൽ പൊതുവെ ഈ ഒരു ഇച്ചിങ് അഥവാ ചൊറിച്ചിൽ എന്ന അവസ്ഥ പലർക്കും കുറവാണെങ്കിലും ചിലർക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ പ്ലാക്ക് സോറിയാസിസ് ഒരു ടൈപ്പാണ്. പിന്നെ ഗട്ടേറ്റ് സോറിയാസിസ്, അതായത് ചെറിയ ഡോട്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള ലീഷൻസ്, അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി കാണുന്ന ഒരു ടൈപ്പാണ് ഗട്ടേറ്റ് സോറിയാസിസ്. ഇൻവേഴ്സ് സോറിയാസിസ് എന്ന ഒരു ടൈപ്പ് ഉണ്ട്. ഇത് കൂടുതലായിട്ടും നമ്മുടെ മടക്കുകളിൽ, അതായത് ഈ ബ്രസ്റ്റിൻ്റെ താഴെയോ അല്ലെങ്കിൽ കക്ഷത്തിൽ അത്തരത്തിലുള്ള മടക്കുകളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സോറിയാസിസ് ആണ് ഇൻവേഴ്സ് സോറിയാസിസ്. ഇനി വേറൊരു ടൈപ്പ് പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയും. അതായത് സോറിയാസിസിൽ തന്നെ ഒരു പഴുപ്പ് പോലെ വന്ന് അത് പൊട്ടുന്ന ഒരവസ്ഥ. ഇത് കൂടാതെയും മറ്റ് പല സബ് വെറൈറ്റീസും ഉണ്ട്. ചിലപ്പോൾ എക്സിമ സോറിയാസിസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് സോറിയാറ്റിഫോം എക്സിമ പോലെയൊക്കെ തന്നെ വരാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ പൊതുവെ പറയുക മാറിക്കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഒരു ഡിസോർഡേർഡ് ഇമ്മ്യൂണിറ്റിയാണ് സംഭവിക്കുന്നത്. ഇമ്മ്യൂണിറ്റി ഔട്ട് ഓഫ് ഓർഡർ. ഇപ്പോൾ മാനസികമായിട്ട് കുറച്ച് ഔട്ട് ഓഫ് ഓർഡർ പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് പോലെ തന്നെ നമ്മുടെ ശരീരം ഔട്ട് ഓഫ് ഓർഡർ പോകുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നല്ല കോശങ്ങളെ തന്നെ ശരീരം നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂട്ടുക, കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റിനേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുക ഈ ഡിസോർഡേർഡ് ഇമ്മ്യൂണിറ്റിയെ ബാക്ക് ടു നോർമൽ കൊണ്ടുവരാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണക്രമം തന്നെയാണ്. ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാവുന്നതും അതിനെ ഔട്ട് ഓഫ് ഓർഡർ ആക്കാവുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരിക ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഈ റീഹീറ്റ് ചെയ്തിട്ടുള്ള എണ്ണയിൽ വറുക്കുന്ന എനിത്തിങ്, എന്തോ ആയിക്കോട്ടെ, വീണ്ടും വീണ്ടും ചൂടാക്കുന്ന എണ്ണയിൽ വറുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ 100% കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ റീഹീറ്റ് ചെയ്ത എണ്ണ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമുണ്ടാക്കും. അപ്പോൾ അപ്പോൾ അതിൽ ബേക്കറിയൊക്കെ അതിൽ പെടും, എണ്ണക്കടികൾ അതൊക്കെ അതിൽ പെടും. രണ്ടാമത്തേതായിട്ട് റിഫൈൻഡ് ഷുഗർ ആഡ് ചെയ്തുണ്ടാക്കുന്ന എല്ലാം ഒഴിവാക്കുക, എനിത്തിങ്. ഇത് രണ്ടും ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ കോമൺ ആയിട്ടുള്ള ചില സ്കിൻ അലർജൻസ്. അപ്പോൾ സോറിയാസിസ് ഉള്ള വ്യക്തികൾക്ക് ചിലരൊക്കെ കാണിക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, ചില ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങൾ, ചിലപ്പോൾ ബീഫ് കഴിച്ചാലോ ചിക്കൻ കഴിച്ചാലോ അല്ലെങ്കിൽ സ്പെസിഫിക്കലി ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആ ഒരു അസുഖം വർദ്ധിക്കുന്നതായിട്ട് അവർക്ക് പലപ്പോഴും തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ സ്പെസിഫിക്കലി ഒരു ഫുഡ് ഐറ്റം അവർക്ക് പ്രശ്നമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. ഒരു പക്ഷേ അത് നല്ലൊരു ഫുഡ് ആണെങ്കിൽ പോലും. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരാവുന്നത് ഈ ഷെൽ ഫിഷ് പോലത്തെ കക്കാഞ്ഞണ്ട്, അതൊക്കെ പലർക്കും അലർജിക്കായിട്ട് സ്കിൻ അലർജൻസ് ആയിട്ട് വരാറുണ്ട്. സോറിയാസിസിന് സ്പെസിഫിക്കലി അങ്ങനെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും
അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും ആ ഒരു വ്യക്തിക്ക് പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് ശീലിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. അതിന് പകരമായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് വെജിറ്റേറിയൻ ഫുഡിൽ എന്തെങ്കിലും ആഡ് ചെയ്താലും മതിയാവും. ബാക്ക് ടു ഓർഡർ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പ്രൈം കൺസേൺ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ശരീരത്തിന് ഗുണം ചെയ്യാവുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അതിൽ പൊതുവേ സോറിയാസിസ് ഉള്ള പല വ്യക്തികളും ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്നോമറോ അല്ലെങ്കിൽ ഒരു ഫോൾസ് ബിലീഫോ ആണ് കേട്ടോ. പലരും നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നു, പാല്, തൈര് ഇതൊക്കെ ഒഴിവാക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത്തരത്തിലുള്ള ഒരു പാറ്റേൺ അല്ല ചെയ്യേണ്ടത്. കാരണം ശരീരത്തിന് ഇമ്മ്യൂണിറ്റി നൽകാവുന്ന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഗട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാവുന്ന ഭക്ഷണങ്ങളൊന്നും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുകയല്ല, ഇൻ മോഡറേഷൻ. എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ മനസ്സിലാലോചിക്കേണ്ടത് ഇൻ മോഡറേഷൻ എന്നുള്ളതാണ്, നമുക്ക് ആവശ്യത്തിനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പണ്ടത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, അധികമായാൽ അമൃതും വിഷം എന്ന് പറയുമല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ തന്നെയുണ്ട്, പുള്ളി അണ്ടിപ്പരിപ്പ് അമിതമായി കഴിക്കുന്ന ശീലമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ലോങ് ടേമിൽ അത് ദോഷം തന്നെ ചെയ്യുള്ളൂ. അതിൽ കുറേ ഗുണങ്ങളുണ്ടെങ്കിലും അത് എക്സസ് ആകുമ്പോൾ ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ മോഡറേഷൻ നല്ല ഭക്ഷണങ്ങളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതിൽ നിങ്ങൾക്ക് ചിക്കനോ ഫിഷോ ഒന്നും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം അതിൻ്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അതിലൊരുപാട് സ്പൈസ്, മസാല ഇതൊന്നും ആഡ് ചെയ്യാതെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനോട് കുറച്ച് കോംപ്രമൈസ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന രീതി, അതാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പിന്നെ ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടത്, അല്ലേ? അപ്പോൾ അതിന് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, അതായത് നമ്മുടെ കുടലിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ആ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കൃത്യമായി ശരീരത്തിന് ന്യൂട്രിയൻസിനെ വലിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ഇമ്മ്യൂണിറ്റി ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് വരുന്ന ഇപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മുതൽ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ വരെ അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി ശരീരത്തിന് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്. പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഫൈബർ കൂടുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക. പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ ഓൾറെഡി അതിൽ നല്ല ബാക്ടീരിയകളുള്ള ഭക്ഷണങ്ങൾ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് തൈര്, പിക്കിൾസിൽ നിങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് വെളുത്തുള്ളി അച്ചാറൊക്കെ, അതിൽ അച്ചാറുണ്ടാക്കി അതിൽ വെളുത്തുള്ളി മാത്രം എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും 3-4 ക്ലോവ് ഓഫ് വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബയോട്ടിക്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ സാവധാനം ഭക്ഷണം കഴിക്കുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക. പിന്നെ വേണ്ടത് ഹൈഡ്രേഷനാണ്. ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന രീതിയും പലപ്പോഴും അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കൂടെ അമിതമായി വെള്ളം കുടിക്കാതിരിക്കുക, തീരെ കുടിക്കാതിരിക്കുകയല്ല. ഒരു മാക്സിമം ഒരു 100 ml ഒക്കെ ഒതുക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഒരുപാട് കുടിച്ച് ശീലമുള്ളവർ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യേണ്ട, മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവന്ന് തീരെ കുടിക്കാതിരിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഒരു 1 hour ഒക്കെ കഴിഞ്ഞിട്ട് 1-2 ഗ്ലാസ് ഒരുമിച്ച് കുടിക്കുക. ഇപ്പോൾ ചൂട് കൂടുതലുള്ള കാലാവസ്ഥകളിൽ കൂടുതൽ വെള്ളം കുടിക്കുക. നമ്മുടെ യൂറിൻ്റെ ഔട്ട്പുട്ട്, യൂറിൻ കളർ നോക്കിയാൽ മതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് പ്രധാനമായി വേണ്ടത് മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ്ലി വന്നൊരു കമൻറ്റ് ഞാൻ വായിക്കുകയുണ്ടായി. പുള്ളി വ്യക്തമായി പറയുന്നുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടാലോ എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ് വന്നാലൊക്കെ തന്നെ നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ പുള്ളിക്ക് ആ ഫ്ലെയറപ്സ്, അവിടെ എവിടെയും ചില പുതിയ ലീഷൻസോ അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ മൈൻഡും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഉറക്കമാണ്. അപ്പോൾ മിനിമം 7 to 8 hours നല്ല ഉറക്കം വേണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബൈ ചാൻസ് ഇപ്പോൾ രാത്രിയൊക്കെ ഉറക്കം കുറവുള്ള വ്യക്തിയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ പകൽ സമയത്തൊക്കെ ഒരു പവർ നാപ്പ് പോലെ 5 to 10 minutes ഒക്കെ 2-3 പ്രാവശ്യമൊക്കെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ, വെറുതെ ഇരിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നതിന് പകരം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉറക്കം ഒരു പ്രധാന ഫാക്ടറാണ്. പിന്നെ ഒരു മിതമായ വ്യായാമം, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ അസുഖങ്ങൾക്കും വേണ്ടതാണ്, സ്പെസിഫിക്കലി സോറിയാസിന് വേണ്ടതല്ല. ഈ സോറിയാസിസിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പലപ്പോഴും നെയിൽ ചേഞ്ചസ് പോലെ, ചിലർക്ക് ആസ്തമ പോലെ, അതുപോലെ ചിലർക്ക് ജോയിൻ്റ് പ്രശ്നങ്ങൾ, സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോലെയൊക്കെ വരാറുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരുന്നിനോളം തന്നെ പ്രധാനമെന്ന് പറയാം നമ്മുടെ ഡയറ്റാണ്. പ്രൈമറി മരുന്ന്, ഫസ്റ്റ് പാർട്ട് ഓഫ് മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം തന്നെയാണ്. അതാണല്ലോ നമുക്ക് ബേസിക് ഹെൽത്ത് തരുന്നത്. അതിൻ്റെ പരിധിക്ക് അപ്പുറം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റു മരുന്നുകളുടെ സഹായം സ്വീകരിക്കാം. ഹോമിയോപ്പതിയിലും ഇത്തരത്തിലുള്ള സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് നല്ല രീതിയിൽ വ്യത്യാസം കിട്ടുന്ന മെഡിസിൻസ് ഉണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോറിയാസിസ് നമുക്ക് ഉണ്ടായത് ഒരു ആഴ്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. മോസ്റ്റ്ലി കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ശരീരം നേരിട്ടിട്ടുള്ള പല രീതിയിലുള്ള സ്ട്രെസ് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ
നമുക്കതിനെ പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. എപ്പോഴും ഈ ഡയറ്റും മെഡിസിൻസൊക്കെ കുറച്ച് ലോങ് ടേം യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് നല്ല വ്യത്യാസം കിട്ടുക. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.